ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇഫ്താറൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഈവനിങ്ങിന് വേണ്ടിയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതിക്ക് വേണ്ടിയിട്ട് പഴം കട്ടില്ലാണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. തീരെ കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, കാരണം പഴം നല്ലോണം അങ്ങ് വേവൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഴം കട്ടില്ലാതെ അരിഞ്ഞ് വെക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ എത്ര ആളുണ്ട് അതിനനുസരിച്ച് നമ്മൾ പഴം എടുക്കുക കേട്ടോ. നമ്മളിവിടെ 3 എടുക്കണുള്ളൂ, കാരണം നമ്മൾ വീട്ടിൽ അത്രേ ആളുള്ളൂ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പഴമൊക്കെ എടുത്ത് കട്ട് ചെയ്യാം. ശേഷം നമ്മൾ ഒരു ബൗളെടുത്ത് വെക്കുക കേട്ടോ. ഒരു ബൗളെടുത്ത് വെച്ചിട്ട് അതിക്കൊരു മുട്ട പൊട്ടിച്ച് പാരുക. ഞങ്ങളിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾ പഴം കൂട്ടുന്നതിനനുസരിച്ച് മുട്ടയും കൂട്ടണം കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് കഴിഞ്ഞ് ശേഷം നമ്മൾ ഒരു മുട്ടയും കൂടി എടുക്കുന്നുണ്ട്. ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് പാരാണ് കേട്ടത്. പിന്നെ നമ്മൾ അതിന് ശേഷം ഏലക്കായ് കുത്തി വെച്ചതുണ്ട് കേട്ടോ, നന്നായിട്ട് പൊടിച്ച് വെച്ചതുണ്ട്. അത് അതിക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ചട്ടിയൊക്കെ തീമ വെക്കാം കേട്ടോ. ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിക്ക് ഓയിൽ പാരുകയാണ്, ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ പാർന്നതിന് ശേഷം നമ്മൾ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളൊരു പാത്രത്തിൽ സേമിയും, ഒരു പാത്രത്തിൽ പഴവും, ഒരു പാത്രത്തിൽ മൈദയും, ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട മുട്ടയും ആണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് വീഡിയോ കാണിച്ചു തരാം. മിക്സ് ചെയ്യണ വീഡിയോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു മൈദ പ്ലേറ്റിലെടുത്തത് പഴത്തേക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതെടുത്ത് നേരെ മുട്ടൻ്റെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടൻ്റെ പാത്രത്തേക്ക് ഇട്ടിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ട എല്ലായിടത്തേക്കും ആയി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് സേമിയത്തേക്ക് ഇടുക കേട്ടോ. സേമിയം എല്ലായിടത്തും നന്നായിട്ട് പിടിപ്പിക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഈവനിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ശേഷം ചെറിയ സിമ്മിലാക്കി നല്ലോണം നെരിയണം കേട്ടോ. നമ്മൾ ആദ്യം മറിച്ചിട്ട് നോക്കി, അപ്പം കുഴപ്പമില്ല, ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ വരുന്ന വരെ നമ്മളിങ്ങനെ നെരിയിക്കണം. ഇത് ലാസ്റ്റ് ഇട്ടതാണ്, അപ്പം നമ്മൾ ലാസ്റ്റാണ് മറിക്കണത്. മറ്റേത് ഏകദേശം അതിന് ശേഷമാണ് നമ്മൾ ഇത് ഇട്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഐറ്റം അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.